ഭരണഘടന ജീവനുള്ള രേഖ എന്ന് സുപ്രീം കോടതി പരാമർശിച്ച വേളയിലാണ് ഒരു ഭരണഘടനാ ദിനം കൂടി കടന്നുപോകുന്നത്. പത്തനംതിട്ട നഗരസഭാ ലൈബ്രറിയിൽ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതിയുടെ അപൂർവ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നട്ടെല്ലായ ഭരണഘടനയെ കുന്തമെന്നും കുടച്ചക്രമെന്നും വിളിച്ചാക്ഷേപിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് ഒരു ഭരണഘടനാ ദിനം കൂടി കടന്നു പോകുന്നത്. ഭരണഘടനയുടെ അപൂർവം കൈയെഴുത്തു പ്രതിയുള്ള പത്തനംതിട്ട നഗരസഭ ലൈബ്രറി ഹാളിൽ നിന്നാണ് ഈ ദിനത്തിൽ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ഉദ്ധരിച്ചുകൊണ്ട് നഗരസഭ മുൻ ചെയർമാനും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ ഈ ദിനത്തിന്റെ പ്രത്യേകത പരാമർശിച്ചത്. 2 വർഷം 11 മാസം 17 ദിവസം കഠിന പരിശ്രമം നടത്തിയാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഭരണഘടനയുടെ അന്തസ്സത്തെയും അതോടൊപ്പം തന്നെ ആ ഭരണഘടനയുടെ എല്ലാവിധമായ താല്പര്യങ്ങൾ അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. ഭരണഘടനാ സംരക്ഷണ ദിനം ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇത് ആഘോഷിക്കുമ്പോൾ ഓരോ ഭാരതീയനും ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഭരണഘടനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും എല്ലായിടത്തും ആ ഭരണഘടനയുടെ മൂല്യങ്ങൾ മുറുകെ പിടിക്കുവാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ള വലിയൊരു കർത്തവ്യം കൂടി നമ്മുടെ എല്ലാ ഭരണകർത്താക്കളും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുള്ള നല്ല വശങ്ങൾ സ്വീകരിച്ച് ലോകത്തിന് മാതൃകയായ ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന സുപ്രീം കോടതി ജീവനുള്ള രേഖയായി അടയാളപ്പെടുത്തിയ ഈ ദിനത്തിലാണ് ഒരു ഭരണഘടനാ ദിനം കൂടി കടന്നു പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, ACV ന്യൂസ്.